ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ലോക തേക്ക് സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായിരിക്കുന്നു. തേക്ക് ഉൽപാദന വിപണന മേഖലകളിലായി 40 രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രീയ രീതികളിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും തേക്ക് ഉൽപാദനത്തിലെ വെല്ലുവിളികൾ മറികടക്കാമെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. 40 രാജ്യങ്ങളിൽ നിന്നായി 350-ലധികം പ്രതിനിധികളാണ് വേൾഡ് തേക്ക് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. തേക്ക് വ്യാപാര, വിപണന, സംരക്ഷണ മേഖലയിലെ സുസ്ഥിര വികസനം ഉച്ചകോടിയിൽ ചർച്ചയാവും. കാലാവസ്ഥ വ്യതിയാനം, ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യത, അശാസ്ത്രീയമായ വനവൽക്കരണ പദ്ധതികൾ, വന്യജീവികളുടെ ഇടപെടലുകൾ തുടങ്ങിയവയെല്ലാം തേക്കുൽപാദന മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണെന്ന് കേരള പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ പറഞ്ഞു. തേക്കുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഉപജീവനം തുടങ്ങിയ വിഷയങ്ങളിലുള്ള ചർച്ചകൾ സമ്മേളനത്തിൽ ഉയർന്നു വരണമെന്ന് ജപ്പാനിൽ നിന്നുള്ള ഇന്റർനാഷണൽ ട്രോപ്പിക്കൽ ടിമ്പർ ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിംസാത് കുരു പറഞ്ഞു. So we are looking forward to expanding the markets and the acceptance of plantation teak as a real suitable alternative to using natural teak that comes from the natural forests. And this is because it will reduce the pressure on natural forests. സാമ്പത്തിക അവലോകനം, മൂല്യവർദ്ധനവ്, നിയമാനുസൃത വിതരണ ശൃംഖല തുടങ്ങി തേക്കുൽപാദനവും വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സെക്ഷനുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. തേക്കുൽപ്പന്നങ്ങളുടെ ശേഖരം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രദർശനമേളയും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.